കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വിവിധ അംഗൻവാടികളിൽ സേവനമനുഷ്ഠിച്ച 3 ജീവനക്കാർക്ക് ഊഷ്മളമായ യാത്രയയപ്പ് നൽകി. മൂവരുടെയും റിട്ടയർമെന്റ് പ്രോഗ്രാം കോതമംഗലം ടൗൺ UP സ്കൂളിൽ നടന്നു. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വിവിധ അംഗൻവാടികളിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്ക് രക്ഷിതാക്കളും നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് ഊഷ്മളമായ യാത്രയയപ്പ് നൽകി. കോതമംഗലം ടൗൺ UP സ്കൂളിലായിരുന്നു യാത്രയയപ്പ് സമ്മേളനം. നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ദീർഘമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഈ 4 പേരും 3 പേരും സുദീർഘമായ ഒരു പ്രശംസയ്ക്ക് പാത്രമാകുകയാണ്. കാരണം അംഗനവാടി ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വർക്കേഴ്സ് ഹെൽപ്പേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ജോലി ഭാരം എന്താണെന്ന് നമുക്ക് കണക്ക് കൂട്ടാവുന്നതാണ്. ജോലിക്കൊക്കെ പോകുന്ന അമ്മമാരും പേരൻസും ഒരു 9 മണിയാകുമ്പോഴത്തേക്കും ഈ കുട്ടികളെ കൊണ്ടുവന്ന് അങ്കണവാടികളിൽ വിടുന്നു. ആ അങ്കണവാടിയിലാണ് പിന്നീട് 3-3:30 മണി വരെ ഇവർ അവിടെ കുടിക്കുകയും തിന്നുകയും കളിക്കുകയും വഴക്ക് കൂടുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇവിടെ ഈ കുട്ടികളുടെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ അവർ അവിടെ കളിച്ച് ജീവിക്കുകയാണെന്ന് പറയാം. അങ്കണവാടി വർക്കറും ഹെൽപ്പറും സേവനോത്സുകരാണ് എന്ന് പറയാൻ നമുക്ക് നിശ്ചലമായ അല്ലെങ്കിൽ തുച്ഛമായ ഒരു ശമ്പളമാണ് അവർക്ക് സർക്കാർ കൊടുക്കുന്നത്. ഏതാണ്ട് 2010 ശേഷമാണ് അവർക്ക് 10,000 രൂപയിലേക്ക് എത്തിച്ചേർന്നത്. അന്ന് UDF ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്ത് തീരുമാനം ഉണ്ടാക്കി വെച്ചു. പിന്നീട് വന്ന ഇടതുപക്ഷ സർക്കാർ അത് പ്രാബല്യത്തിൽ വരുത്തി. വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി അധ്യക്ഷത വഹിച്ചു. അംഗൻവാടി ടീച്ചർ ഷീല അജയൻ ആമുഖ പ്രഭാഷണം നടത്തി. അനൂപ് ജോർജ് മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. കോതമംഗലം ICDS CDPO പിങ്കി K അഗസ്റ്റിൻ, കൗൺസിലർമാരായ മിനി മാത്യു, മരിയ രാജു, പ്രതിപക്ഷ നേതാവ് CPS ബാലൻ എന്നിവർ സംസാരിച്ചു. അംഗനവാടികളിൽ വളരെ സുദീർഘമായ സേവനം അനുഷ്ഠിച്ച് തങ്ങളുടെ ഔദ്യോഗിക ജീവിതം ഇന്ന് ഈ കഴിഞ്ഞ ദിവസം അവർ പൂർത്തിയാക്കി വിരമിക്കുന്ന ചടങ്ങിൽ നമ്മളെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു യാത്രയയപ്പ് സമ്മേളനമാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. അങ്കണവാടി വർക്കർമാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സമീപ വർഷങ്ങളായിട്ട് കുറച്ചൊക്കെ കുട്ടികളുടെ എണ്ണത്തിൽ നമ്മുടെ സെൻറ്ററുകളിൽ കുറവാണെങ്കിൽ പോലും ഒരു കാലഘട്ടത്തിൽ ഞാനൊക്കെ 2000 മുനിസിപ്പൽ കൗൺസിലറായിട്ട് വരുമ്പോൾ എൻ്റെ വാർഡിൽ 2 അങ്കണവാടിയുണ്ട്. 2 സ്ഥലത്തും 2 സെൻറ്ററിലും 20-30 കുട്ടികളുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ പലപ്പോഴും വളരെ അതിശയത്തോടു കൂടി അതിൻ്റെ ടീച്ചറും ഹെൽപ്പറും കൂടി ഇത്ര കുട്ടികളെ, ചെറിയ 3 വയസ്സ് പൂർത്തിയായ കുട്ടികളെ ഇത്ര നല്ല രീതിയിലേക്ക് അമ്മമാരെ പോലെ തന്നെ പരിപാലിക്കുന്ന, വളരെ സേവന മനോഭാവത്തോട് ഇത്തരത്തിലുള്ള പരിലാളിക്കുന്ന ടീച്ചറെയും അതുപോലെ അതിൻ്റെ ഹെൽപ്പറെ എല്ലാം ഞാൻ അത്ഭുതത്തോടെ നോക്കിക്കണ്ടിട്ടുണ്ട്. ജോലിയിൽ നിന്നും വിരമിക്കുന്ന അംഗനവാടി പ്രവർത്തകരായ വത്സ PD, ആനി വർക്കി, ശാന്ത KA എന്നിവർ മറുപടി പ്രഭാഷണം നടത്തി. സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാറി. വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിനും വർണ്ണച്ചിറകുമായി പാറി. ന്യൂസ് ഡെസ്ക് കോതമംഗലം.